ശ്രീകൃഷ്ണക്രോഡേ ഭൃഗുനിപദം ശ്രീകമലം തഥാ ശ്രീവത്സംഗം നികഷരുയുക്തം ദ്യുതിപരം ഗളേ ഹീരാഹാരാൻ കനകമണി മുക്താവലിധരാൻ സ്ഫുരത്താരാകാരാൻ ഭ്രമരവലിഭാരാൻ ധ്വനികരാൻ. ശരണം. അങ്ങനെയിപ്പം നമ്മുടെ പ്രദ്യുമ്നൻ്റെ ചൈത്രയാത്രയാണല്ലോ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആകാശത്ത് നിന്ന് ഭാനുവിൻ്റെ ശിരസിൽ പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴെന്താ പറയേണ്ടത്? ശകുനി ഉണ്ടല്ലോ, ആ ശകുനി തൻ്റെ ബലവാന്മാരായ സഹോദരന്മാർ മുഴുവൻ ചത്തു തുടങ്ങിയ വിവരം അറിഞ്ഞിട്ട് ദുഃഖിതനുമായി ദേഷ്യം വന്നിട്ട് വറക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരോടും പറഞ്ഞേ പൗലോമന്മാരെ, അതായത് പുലോമൻ്റെ മക്കളെന്നല്ല പൗലോമന്മാരെ, കാലകേമികളെ കേൾപ്പൻ. സമുദ്രമഥന കാലത്ത് യമനെ ജയിച്ച കാലനാഥനെ മനുഷ്യന്മാർ കൊന്നു കഴിഞ്ഞു. സൂര്യനെ ജയിച്ച ശംബരനെ ശിശുവായ പ്രദ്യുമ്നൻ കൊന്നു. ഉൽക്കജനെ ബാലനായ കൃഷ്ണൻ കൊന്നു എന്ന് നാരദമുനി പറഞ്ഞ് ഞാൻ അറിയുന്നു, പറഞ്ഞിട്ടറിയുന്നു. അസുരന്മാർ കാണി അഗ്നിയെ തോൽപ്പിച്ച കൃഷ്ണനേതായ യാദവന്മാർ കൊന്നിരിക്കുന്നു. യുദ്ധത്തിൽ ആരെയാണോ അരുണൻ പേടിച്ചു ഓടിയത്, ആ ഭൂതസന്താപനും ഇപ്പോൾ യുദ്ധക്കളാൽ കൊല്ലപ്പെട്ടു. പരാക്രമം കണ്ട് സന്തോഷിച്ചു എന്ന് ആർക്ക് വരം നൽകിയോ, ആ മൃഗനും കാലഗതി അടഞ്ഞിരിക്കുന്നു. എല്ലാവരും ഒത്തുരത്തൊടുങ്ങിയെന്ന് പറയുന്നു. വായുവിനെ ജയിച്ച മഹാനാഭനെയും ഇന്ദ്രപുത്രനെ ജയിച്ച ഹരിശ്മശ്രുവിനെയും ഇപ്പോൾ വിഷ്ണുകൾ കൊന്നിരിക്കുന്നു. ഈ ഭൂമി യാദവരില്ലാത്തതാക്കി തീർക്കുമെന്ന് ഞാനിതാ ശപഥം ചെയ്യുന്നു. സത്യം സത്യം സത്യം. ജരാസന്ധൻ, ദന്തവക്തൻ, ശാല്വൻ, ശിശുപാലൻ എന്നിവരോടും നിങ്ങളോടും ചേർന്ന് പാതാളത്തിൽ നിന്നും അസുരന്മാരെ കൂട്ടി ബാണാസുരനും ഒന്നിച്ച് ഞാൻ ദേവകളെ ജയിക്കും. ഈ പ്രദ്യുമ്നാദികളെ ജയിച്ച ശേഷം സ്ത്രീകളടക്കം ദേവവർഗം മുഴുവൻ ഞാൻ ഗുഹക്കുള്ളിൽ അടക്കുന്നുണ്ട്. പിന്നെ പശുക്കള്, ബ്രാഹ്മണര്, വേദങ്ങള്, തപസ്സുകള്, യാഗം, ശ്രാദ്ധം, തീർത്ഥസ്ഥലങ്ങൾ എല്ലാം ഞാൻ നശിപ്പിക്കും. എന്നിട്ട് സുഖമായി ഞാൻ വസിക്കും. പോരെ, എല്ലാം നശിപ്പിച്ചിട്ട് ഞാൻ ഗംഭീരനായിട്ട് ഒറ്റക്ക് താമസിച്ചോളുന്ന പറയുന്നത്. ദേവന്മാരെ ജയിച്ച മഹാശക്തനായ കംസൻ തന്നെ മിടുക്കനാണ്. എൻ്റെ സുഹൃത്തായ കംസൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് 1,00,000 ഭാരമുള്ള ഗതയുമെടുത്ത് ശകുനി യുദ്ധത്തിനിറങ്ങി. മയനിർമ്മിതമായ വില്ലിൻ്റെ അടങ്കാരം കേട്ട ദിഗ്ഗജങ്ങളോട് ഞെട്ടിവിറച്ചു. ഭയപ്പെട്ട യദുസേന അമ്പരന്ന് നിന്നുപോയി. ഗതൻ മുതലായ വീരന്മാർ രഥങ്ങളിലേറി മുമ്പോട്ട് വന്നു. ശകുനി എന്ത് ചെയ്തു? 10 ബാണങ്ങൾ അർജുനന്റെ മേൽ പ്രയോഗിച്ചു. അർജുനൻ രഥത്തോടുകൂടി 4 ക്രോശം ദൂരെ ചെന്ന് വീണു. പിന്നെ ഗതൻ, സാമ്പൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, കൃതവർമ്മ മുതലായ എല്ലാവരുടെ മേലും ശകുനി അനേക ബാണങ്ങൾ വീട്ടി. പ്രദ്യുമ്നൻ 10 അമ്പ് കൊണ്ട് ശകുനിയോട് വില്ല് മുറിച്ചു. ശകുനിയുടെ വില്ല് മുറിച്ചു. 5 അമ്പുകൾ കൊണ്ട് സാരഥീനെയും കൊന്നു, കുതിരകളെയും കൊന്നു. മറ്റൊരു തേരിലേറി വന്ന് ശകുനി പ്രദ്യുമ്നോട് പറഞ്ഞു, ശത്രുമുഖ്യന്മാരായ നിങ്ങളെല്ലാം കൊന്ന് ഈ അല്പസേനയെയും ഞാൻ തകർക്കുന്നുണ്ട്. നോക്കിക്കോ, എൻ്റെ ധൈര്യം, എൻ്റെ ശക്തി, എൻ്റെ ബലം ഒക്കെ നീ കണ്ടോളൂ. പ്രദ്യുമ്നൻ പറഞ്ഞു, മഹാദുഷ്ടനായ നിന്നെ കൂടി കൊന്നുകഴിഞ്ഞ് ഞാൻ വിശ്രമിക്കുകയുള്ളൂ. ശകുനി, നിന്റെ സഹോദരന്മാരെ മുഴുവൻ മണ്ണിൽ വീഴ്ത്തി കഴിഞ്ഞില്ലേ? അത് കണ്ടിട്ട് നിനക്ക് പേടിയില്ല അല്ലേ? എന്നവാ. പ്രദ്യുമ്നനും ശകുനിയും തമ്മിൽ ഇങ്ങനെ അന്യോന്യം പറഞ്ഞുകൊണ്ട് ഇന്ദ്രനും വൃത്രനും എന്നവണ്ണം യുദ്ധം ചെയ്തു. യമദണ്ഡം കൊണ്ട് പ്രദ്യുമ്നൻ ശകുനിയെ ഒന്ന് കൊടുത്തു. ആ പ്രകാരമേറ്റ ശകുനി കുറേ നേരം മോഹാലത്തില്ലാണ്ടുപോയി. യമദണ്ഡവും കൊണ്ട് അസുരസേനയിലേക്ക് കടന്ന പ്രദ്യുമ്നൻ നിരവധി അസുരന്മാരെ തല്ലിവീഴ്ത്തി. പ്രദ്യുമ്നനെ യമരൂപിയായി കണ്ട അസുരന്മാർ മോഹാലസ്യപ്പെട്ടുപോയി. ശകുനി മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നു നോക്കിയപ്പോൾ തൻ്റെ സൈന്യങ്ങൾ മുഴുവൻ 1/4 ഭാഗം നശിച്ച പോലെ കണ്ടത്. അപ്പം എന്ത് ചെയ്തു? മായാവേ ദൈത്യരാജൻ എന്ത് ചെയ്തു? മയൻ കൊടുത്ത രൗരവാസ്ത്രം എടുത്ത് കൊടുത്തു വിട്ടു. വിഷം വമിക്കുന്ന ഭയങ്കരങ്ങളായ പാമ്പുകളും തേളുകളും കോടിക്കണക്കിൽ അതിൽ നിന്നും പുറപ്പെട്ടു. അവയുടെ ദംശനമേറ്റ സൈനികർ മോഹാലസ്യം കൊണ്ടു.
അപ്പോൾ പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? ഗരുഡാസ്ത്രമെടുത്ത് പ്രയോഗിച്ചു. കോടിക്കണക്കിന് ഗരുഡന്മാരും മയിലുകളും അതിൽ നിന്ന് ഉദ്ഭവിച്ചു. സർപ്പങ്ങളെ മുഴുവനോ നശിപ്പിച്ചു. അതിനുശേഷം പിന്നെ കാണാനുമില്ല. അവരെ പണി ഡ്യൂട്ടി തീർത്തിട്ട് അവർ പോയി. അസുരൻ എന്ത് ചെയ്തു പറയും? രാക്ഷസി, ഗാന്ധർവി, ദൗഹികി എന്നീ മായകളെ പ്രയോഗിച്ചു. ആ ബാണപ്രയോഗത്താൽ പ്രേതപിശാചുക്കളും ഭൈരവന്മാരും രാക്ഷസന്മാരും നിർഗമിച്ചു. അത് പൈശാചമായ താമസികമായാണെന്നറിഞ്ഞ് പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? സത്വാസ്ത്രം തൊടുത്തു. അത് തന്നെ കോടിക്കണക്കിന് പ്രത്യക്ഷപ്പെട്ട വിഷ്ണു പാർഷദന്മാർ പിശാചിമായെ നശിപ്പിച്ചു. അസുരൻ പിന്നീട് പ്രയോഗിച്ച മായാസ്ത്രത്താൽ ആകാശത്തിൽ നിന്ന് രക്തം, അസ്ഥി, മലം, മൂത്രം മുതലായ അമേധ്യ വസ്തുക്കൾ വർഷിക്കാൻ തുടങ്ങി. പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? കോലാസ്ത്രം പ്രയോഗിച്ചു. ഖർഖര ശബ്ദത്തോടവിടെ പ്രത്യക്ഷപ്പെട്ട യജ്ഞവരാഹം വർഷിച്ചിരുന്ന മേഘങ്ങളെ കുത്തി അകറ്റിക്കളഞ്ഞു. അസുരൻ പ്രയോഗിച്ച ഓരോ അസ്ത്രത്തിനും പ്രത്യസ്ത്രം പ്രയോഗിച്ച് പ്രദ്യുമ്നൻ സൈന്യത്തെ കാത്തു. അസുരന്റെ രാക്ഷസീയമായ പ്രത്യക്ഷപ്പെട്ട കാട്ടുജന്തുക്കളെ നൃസിംഹാസ്ത്രത്താൽ പ്രദ്യുമ്നൻ തടുത്തു. തിളങ്ങുന്ന കുഞ്ചിരോമവും നീട്ടിയ നാവുമായ പ്രത്യക്ഷപ്പെട്ട നൃസിംഹം രണഭൂമി കുലുങ്ങുമാർ സിംഹനാദം ചെയ്തു. രക്ഷസുകളെയും വന്യമൃഗങ്ങളെയും പിടിച്ച് ചീന്തി ഹരി അവിടെ തന്നെ അന്തർധാനം ചെയ്യുകയും ചെയ്തു. രാക്ഷസീയമായ നശിച്ച സമയത്ത് പ്രദ്യുമ്നൻ വിജയദ്യോതകമായി ശംഖ് വിളിച്ചു. തൽക്കാലം പരാജിതനായ ശകുനി പിന്നീട് അതിശക്തമായ ദൈതേയമായ മായ പ്രയോഗിച്ചു. സമ്പർത്തക മേഘങ്ങളെപ്പോലെ വന്ന പ്രളയമേഘങ്ങള് തുമ്പിക്കൈ വണ്ണത്തിൽ വർഷിക്കാൻ തുടങ്ങി. കൊടുങ്കാറ്റടിച്ചു. യാദവന്മാർ ഭയപ്പെട്ട് കൃഷ്ണ എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രദ്യുമ്നൻ തന്റെ ദിവ്യചാപത്തിൽ ശ്രീകൃഷ്ണാസ്ത്രം തൊടുത്തു. ആ സമയത്തുണ്ടല്ലോ, അന്നേരം എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്? കണ്ണഞ്ചിക്കുന്ന തേജസ്സോടെ ഭഗവാനോട് പ്രത്യക്ഷീകരിച്ചു. പിന്നെ എന്താ? പീതാംബരമണിഞ്ഞ് കിരീട കുണ്ടലങ്ങളോടും വൈജയന്തി മാലയോടും ശ്രീവത്സാങ്കിതമായ വക്ഷസ്സോടും വനമാലയോടും ചതുർഭുജ സ്വരൂപനായ ഭഗവാനെ കണ്ട യാദവന്മാർ അതിയായ സന്തോഷത്തോടെ നമസ്കരിച്ചു. അവർക്ക് സന്തോഷായി. പുഷ്പാർച്ചന ചെയ്തു. ഒരൊറ്റ ബാണത്താൽ ഭഗവാൻ ശകുനിയോട് വില്ല് പൊട്ടിച്ചു കളഞ്ഞു. വില്ല് പൊട്ടിയ സമയത്ത് പിന്നെയും ആയുധങ്ങൾ എടുക്കാനായി ശകുനി ചന്ദ്രാവതി പോകേണ്ടി വന്നു. ശകുനി ആയുധമെടുക്കാനായി തന്റെ പുരിയിലേക്ക് പോയപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്തു അറിയാം. പ്രദ്യുമ്നാദികളായ രാഘവന്മാരെ വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു: ഈ ശകുനി എന്ന അസുരണ്ടല്ലോ, പണ്ട് സുമേരുവിന്റെ വടക്ക് ഭാഗത്തിരുന്ന് നിരാഹരനെ 4 യുഗങ്ങൾ തപസ് ചെയ്ത് പരമശിവനെ പ്രീതിപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് ചതുർയുഗം കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ശകുനിയോട് വരം ആവശ്യപ്പെട്ട് കൊള്ളുവാൻ പറഞ്ഞു. അപ്പൊ ഇവൻ എന്തെന്നാവശ്യപ്പെട്ടെന്നറിയോ? ഞാൻ ഭൂസ്പർശമുണ്ടായാൽ ജീവിക്കണം, ആകാശത്തിലും മരണശേഷം 2 നാഴിക നേരം ജീവൻ നിലനിൽക്കണം. അസുരൻ ആവശ്യപ്പെട്ട വരങ്ങൾ നൽകിയ ശേഷം കൂട്ടിലിട്ട് ഒരു തത്തയെ അവന് കൊടുത്തുകൊണ്ട് മഹാദേവൻ പറഞ്ഞു. എന്ത് പറഞ്ഞു മഹാദേവൻ? ഈ തത്തക്ക് മരണമുണ്ടാക്കുമ്പോഴേ അല്ലാതെ എനിക്ക് മുക്തി ഭവിക്കൂല. ഈ തത്ത എപ്പം മരിക്കുന്നു? അന്നേരം നീ മരിക്കും, അതുവരെ നീ മരിക്കൂല. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ പരമേശ്വരൻ അന്തർധാനം ചെയ്തു. അതുകൊണ്ട് ആ തത്ത ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കാലൻ ഇവന് മരണം വരുത്തുന്നതല്ല. അങ്ങനെ ഇവനൊരു മരം മേടിച്ചിട്ടുണ്ട്, വേണ്ടാത്തൊരു വരം. ഇങ്ങനെ പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ ഗരുഡനെ വരുത്തി മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു: ഹേ ഗരുഡാത്മാനെ, അവിടുന്ന് അങ്ങ് ഒരു കാര്യം ചെയ്യണം. എന്താണോ? ചന്ദ്രാവതിപുരിയിലേക്ക് പോകണം. അവിടെ ചെന്ന് ശകുനിയോട് തത്തയെ കൊല്ലണം. ഗരുഡൻ ചന്ദ്രാവതിപുരിയിലെത്തി. 100 യോജന വിസ്തീർണവും ആകാശം മുട്ടുന്ന മണിമാളികകളും ഉപവനങ്ങളും ഉദ്യാനങ്ങളും ദുർഗങ്ങളും തടാകങ്ങളും അതുപോലെ തന്നെ 4 ഗോപുരങ്ങളും ഓരോന്നിലും കാവൽക്കാരായ രാക്ഷസ നായകന്മാരെ കണ്ട ഗരുഡൻ സൂക്ഷ്മ രൂപം ധരിച്ച് ശകുനിയുടെ കൊട്ടാരത്തിൽ കിടന്നു. അവിടെ രഹസ്യമായി സൂക്ഷിച്ച തത്തയെ കൂട്ടിനുള്ളിൽ കിടക്കുന്നത് കണ്ടു. അപ്പൊ എന്ത് ചെയ്തു അറിയോ? യുദ്ധത്തിനൊരുങ്ങിക്കൊണ്ട് വിവിധങ്ങളായ ആയുധങ്ങൾ ധരിച്ച് പുറപ്പെടാൻ തുടങ്ങിയ ശകുനിയെ ഭാര്യയായ മദാലസ തടഞ്ഞുകൊണ്ട് പറഞ്ഞു: ഹേ നാഥ, അങ്ങയുടെ സുഹൃജനങ്ങളും സഹോദരന്മാരും മുഴുവൻ കൊല്ലപ്പെട്ടില്ലേ? മായായുദ്ധം തുടങ്ങിയപ്പോൾ ശ്രീഹരി പ്രത്യക്ഷപ്പെട്ടില്ലേ? യുദ്ധം മതിയാക്കി യദുക്കൾക്ക് കപ്പം കൊടുക്കുന്നതല്ലേ അങ്ങേക്ക് നല്ലത്? അതാണ് ശ്രേയസ്കരമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത് കേൾക്കുമ്പോൾ മദാലസയോട് പറഞ്ഞു: എൻ്റെ സഹോദരന്മാരെ കൊന്ന യദുക്കളെ ഞാൻ വധിക്കും. എനിക്ക് ഭൂമിയിൽ മരണമില്ലല്ലോ. ശിവപ്രസാദത്താലാണ്. ചന്ദ്രം എന്ന ഉപദ്വീപത്തിൽ എൻ്റെ ജീവരൂപിയായ ഒരു തത്തയുണ്ട്. പറഞ്ഞു കൊടുക്കുന്ന കഥ അല്ലെങ്കിൽ ഒരിടം കേട്ടു. ശങ്കരൂടൻ സർപ്പം അതിന് രാപ്പകൽ കാത്തു രക്ഷിക്കുന്നുണ്ട്. ഈ രഹസ്യം ആർക്കറിഞ്ഞുകൂടാ. ഇവിടെ ഉള്ളത്
ഉപദ്വീപത്തിൽ, ചന്ദ്രം എന്ന ഉപദ്വീപത്തിൽ, ഇവിടെ അടുത്തൊന്നുമല്ല. എനിക്ക് പിന്നെ എങ്ങനെയാണ് മുക്തി ഭവിക്കുക പ്രിയേ? തത്തയെ പറ്റി അറിഞ്ഞ ഗരുഡൻ ചന്ദ്രദ്വീപം അന്വേഷിച്ച് പറന്ന് സമുദ്രദ്വീപത്തെത്തി സമുദ്രം കടന്ന് സിംഹളദ്വീപിലെത്തി. അത് ചന്ദ്രദ്വീപല്ലെന്നറിഞ്ഞ് പാവം പിന്നെയും പറന്ന് 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 പാഞ്ചജന്യം എന്ന ദ്വീപിലെത്തി. പാഞ്ചജന്യത്തിന് തീരത്തെത്തിയ ഗരുഡൻ വിശപ്പ് സഹിക്കവയ്യാതെ കുറേ മത്സ്യങ്ങളെ കൊത്തിത്തന്നു. ഇവിടെ കിടന്നിരുന്ന കൂറ്റനെ ഒരു മുതല ഗരുഡനെ പിടികൂടി വെള്ളത്തിലേക്ക് വലിച്ചു. ഗരുഡൻ മുതലയെ വലിച്ച് കരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ഏറെ നേരം അന്യോന്യം പിടിയും വലിയും തുടർന്ന ശേഷം ഗരുഡൻ നിശിതമായ തൻ്റെ കൊക്ക് കൊണ്ട് അതിൻ്റെ പുറം കൊത്തിപ്പൊളിച്ചു. ആ മുതല തൻ്റെ നക്രരൂപം വെടിഞ്ഞ് ഒരു വിദ്യാധരനായി മാറിക്കൊണ്ട് ഗരുഡനോട് പറയുകയുണ്ടായി, എന്താ, ഞാൻ മഹാകുണ്ടലനെന്ന ഒരു വിദ്യാധരനായിരുന്നു. ഒരിക്കൽ ആകാശഗംഗ സ്നാനം ചെയ്യാൻ പോയ സമയത്ത് വെള്ളത്തിനടിയിലൂടെ ചെന്ന് അവിടെ സ്നാനം ചെയ്തിരുന്ന കബുദ്ധമുനിയുടെ കാലിൽ ചെന്ന് പിടിച്ചു. അഹങ്കാരം കളിച്ചു ഞാൻ. എന്നിട്ട് അദ്ദേഹത്തെ പേടിപ്പിച്ചു. കോപം വന്ന മുനി ഒരു മുതലയായി പോകട്ടെ ശപിക്കുകയും ചെയ്തു. മുനിയെ ഞാൻ പ്രസാദിപ്പിച്ചപ്പോൾ ഗരുഡസ്പർശം ഉണ്ടാകുമ്പോൾ ശാപമോക്ഷം കിട്ടുമെന്ന് അനുഗ്രഹവും തന്നു എനിക്ക് അദ്ദേഹം. ഇങ്ങനെ പറഞ്ഞ് ഗരുഡനെ വണങ്ങി വിദ്യാധരൻ സ്ഥാനത്തേക്ക് പോയി. ഗരുഡൻ പിന്നെയും പറഞ്ഞ് ഹരണം എന്ന ദ്വീപിലെത്തി. അവിടെ അപാന്തരതം എന്നൊരു മുനി തപസ് ചെയ്തുകൊണ്ടിരുന്നു. ഗരുഡന്റെ ഒരു തൂവൽ ദേവദാശ്രമത്തിൽ വീണുപോയി. അതുകൊണ്ട് അപാന്തരതമൻ ഗരുഡനോട് പറഞ്ഞു, എൻ്റെ തലയിൽ ഒരു തൂവൽ വെച്ച് സ്വസ്ഥമായി പോയിക്കൊള്ളുക. ഗരുഡൻ അങ്ങനെ ചെയ്തു. അവിടെ അനേകം തൂവലുകൾ കണ്ട് ആശ്ചര്യപ്പെട്ട ഗരുഡൻ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശ്രീകൃഷ്ണാവതാരം ഉണ്ടാകുന്ന കാലത്തെല്ലാം ഗരുഡൻ എൻ്റെ തലയിൽ ഒരു തൂവൽ വെക്കുന്നു. ഓരോ കൽപ്പത്തിലും അപ്പം അത്രയും കൽപ്പായി ഞാൻ തപസ് ചെയ്യുന്ന അർത്ഥം. ഓരോ ശ്രീകൃഷ്ണാവതാരം ഉണ്ടാവുമല്ലോ, അങ്ങനെ അനന്തമായി എൻ്റെ തലയിൽ തൂവലുകളും വീഴുന്നു. അങ്ങനെ ഇരിക്കുന്ന ശ്രീകൃഷ്ണചന്ദ്രനായിക്കൊണ്ട് നമസ്കാരം. ആശ്ചര്യം കൊണ്ട് അവിടെ നിന്ന് ഗരുഡൻ രമണകദ്വീപിലേക്ക് പറഞ്ഞെത്തി. വിഭൂഷിതമലം ദ്വിജദാനശീലം സിന്ദൂരവർണം അതികീചകരാവലീലം ഹേമാംബുരീയണികരം നഖചന്ദ്രയുക്തം ഹസ്തദ്വയം സ്മരകദംബസുഗന്ധ പ്രകൃതം. അങ്ങനെ ഈ ഗരുഡൻ പാപം അങ്ങനെ എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ രമണക ദ്വീപത്തിലാണെങ്കിൽ സർപ്പങ്ങളുടെ സ്ഥലമല്ലേ അത്, അവിടെ എത്തി. സർപ്പങ്ങളുടെ പക്കൽ നിന്നും ബലി വാങ്ങി. ആവർത്തക ദ്വീപിലെത്തി അവിടുത്തെ ദിവ്യമായ അമൃതകുണ്ടത്തിൽ നിന്നും അമൃത കുടിച്ചു. പിന്നീട് എന്ത് ചെയ്തു? ശുക്ലദ്വീപിലെത്തി. അവിടുത്തെ നിവാസികളോട് ചന്ദ്രദ്വീപിനെ പറ്റി അന്വേഷിച്ചു. കുറേ കൂടി വടക്കോട്ട് പറഞ്ഞ് ചന്ദ്രദ്വീപിലെത്തിച്ചേർന്നു. അവിടെ ഉണ്ടല്ലോ, അവിടെ എന്താ കാണണേ? ഒരു പർവ്വതത്തിന്മേലിറങ്ങി ഗരുഡൻ ഒരു ജലദുർഗവും വന്യദുർഗവും കണ്ടു. ജലദുർഗത്തെ കൊക്കിലെടുത്ത് വന്യദുർഗത്തിന്മേലെറിഞ്ഞ് അഗ്നിശാന്തനാക്കി. ദുർഗദ്വാരത്ത് സ്ഥിതി ചെയ്തിരുന്ന അസുരന്മാരെ മുഴുവൻ യുദ്ധത്തിൽ കൊന്നൊടുക്കി. ഇങ്ങനെ അസുരന്മാരെ ജയിച്ച് ഗുഹാമധ്യത്തിലെത്തിച്ചേർന്നു. ശങ്കരൂടനെ കാൽ കൊണ്ട് ചവിട്ടി കൊടുത്തു. ഗരുഡനെ കണ്ട ശങ്കരൂടൻ ഗൃഗടാ വറച്ചു. തത്തയെ കൂടോടുകൂടി വെള്ളത്തിലെറിഞ്ഞ് ഗരുഡൻ തത്തക്കൂട് പൊക്കിയെടുത്തു. പറന്നു പൊങ്ങിയ ഗരുഡൻ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു. ദ്വീപിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോയ അസുരന്മാർ തത്തയെ കൊണ്ടുപോയോ ഉച്ചത്തിൽ ദിക്കെങ്ങും മുഴങ്ങുമാർ ആക്രോശിച്ചു. ഈ ശബ്ദം ശകുനി കണ്ടു. അപ്പം എന്ത് ചെയ്തു? ശൂരവുമായി ചന്ദ്രാവതിപുരിയിൽ നിന്നും പൊങ്ങി ഗരുഡന്റെ പിന്നാലെ ചെന്നു. സപ്തദ്വീപുകളിലും സപ്തസമുദ്രങ്ങളിലും ഗരുഡനും ശകുനിയും മുകളിലും പിൻപിലുമായി സഞ്ചരിച്ചു. ഗരുഡൻ തത്തക്കൂട് പൊക്കിൽ നിന്നും സുമേരു പർവ്വതത്തിന്റെ കൊടുമുടിയിന്മേൽ വീഴ്ത്തി. തത്തക്കൂട് ഉടഞ്ഞു. പൊടിയായി തത്തയുടെ പ്രാണനും പോയി. ഗരുഡൻ ശ്രീകൃഷ്ണ പാർശ്വത്തിലെത്തി. ദുഃഖിതനായ അസുരൻ ചന്ദ്രാവതിയിലേക്കും പോയി. ബാക്കിയായ അസുരന്മാരെയും കൂട്ടി അനാശസ്ത്രധാരിയ ഉജ്ജയശ്രോസ് എന്ന കുതിരമേലേറി. ഉജ്ജയശ്രോസ് ദേവേന്ദ്രന് മാത്രമല്ല, ഇവനും ഉണ്ടോ? മുഴക്കിക്കൊണ്ട് ശകുനി യുദ്ധത്തിന് വന്നു. ദുർമതനായ ശകുനിയും സൈന്യങ്ങളും വന്നത് കണ്ട് കൃഷ്ണികളും ആയുധമെടുത്ത് തയ്യാറായി നിന്നു. അസുരന്മാരും യാദവന്മാരും തമ്മിലുള്ള യുദ്ധം കൊട്ടും വീരിക്കൊണ്ടുന്നല്ലേ പറയണ്ടു. അങ്ങനെ ബാണാന്ധകാരം പരന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ശാർഗധനുസ്സിൽ ഒരൊറ്റ ബാണം പ്രയോഗിച്ച് ഇരുളകറ്റി. ആ ഇരുളെല്ലാം ഭഗവാൻ കളഞ്ഞു. മായാവേശവൻ സ്വയം 6 രൂപങ്ങളെ കൊണ്ട് ശ്രീകൃഷ്ണനുമായി യുദ്ധം ചെയ്തു.
ആ സമയത്ത് ഉണ്ടല്ലോ ഭഗവാൻ എന്ത് ചെയ്തു? 1000 രൂപം ധരിച്ചു ഒരു ശകുനിയായിട്ട് യുദ്ധം ചെയ്തു. അസുരൻ ഭഗവാനുമായി പിന്നീട് ഗദായുദ്ധം തുടങ്ങി. പിന്നീട് രണ്ടുപേർ തേരിലേറിക്കൊണ്ട് അസ്ത്രപ്രയോഗം തുടങ്ങി. ദിക്കെങ്ങും പ്രകാശിക്കുമാർ ഭഗവാൻ ഒരു ബാണം തൊടുത്തു. അസുരന്റെ തല രണ്ടായി പിളർന്നു. പിന്നല്ല, ശകുനി ഭൂമിയിൽ വീണു. ഭൂസ്പർശത്താൽ വീണ്ടും ജീവൻ വെച്ചു. ഓഹോ, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു വരമുണ്ട്. അങ്ങനെ എഴുന്നേറ്റു. ഇങ്ങനെ 7 തവണ ഭഗവാൻ ആ ശകുനി കൊല്ലപ്പെട്ടു എഴുന്നേറ്റു. ഭൂസ്പർശത്താൽ രാഹു എന്ന പോലെ പിന്നെയും എഴുന്നേറ്റ് യാദവ സൈന്യം നശിപ്പിക്കാൻ തുടങ്ങി. ശ്രീകൃഷ്ണൻ ചെയ്തു. അപ്പോൾ സാധു സംരക്ഷണാർത്ഥം തന്റെ ജാപത്തിൽ സുദർശനാസ്ത്രം തൊടുത്തു. ശ്രീകൃഷ്ണ ഹസ്തത്തിൽ നിന്ന് മുക്തമായ ആ ബാണം വൃത്തനെ ഇന്ദ്രസേനനെ എന്ന പോലെ അസുരന്റെ ശിരസിൽ പ്രഹരിച്ചു. അസുരനെ അത് ആകാശത്തിൽ പൊക്കി നിർത്തി. അവന്റെ ദേഹത്തെ മേൽപോട്ട് കൂടെ പൊക്കിക്കൊണ്ടു നിർത്താൻ യദുക്കളോട് പറഞ്ഞു. ഭഗവാന്റെ വാക്കേട്ട് യാദവ വീരന്മാർ ശകുനിയുടെ ദേഹം താഴത്ത് വീഴാതെ നിരോധിച്ചു നിർത്തി. ദീപ്തിമാന്റെ ബാണത്താൽ ശകുനി 100 യോജന മേൽപോട്ട് പോയി ഊർധ്വലോകം കണ്ടു. അർജുനനും ആ സമയത്ത് സാമ്പനും അസ്ത്രങ്ങളാൽ ആ ദേഹം മേലോട്ട് കൂടുതൽ പൊക്കിക്കൊണ്ടേപോയി. അങ്ങനെ 2 നാഴികയിലെ ജീവൻ ഉണ്ടാവുള്ളൂ. അധികം ശകുനാകാശത്ത് സ്ഥിതി ചെയ്ത് സ്വന്തം പ്രാണൻ വെടിഞ്ഞു. അങ്ങനെ അത്ര അധികം പരമാച്ചാലും ആഴ്ത്തച്ചാൽ ചാവുന്ന ഉറപ്പല്ലേ. ആ തേജസ് ദിക്കുകളിലൊക്കെ ചുറ്റിയതിനു ശേഷം ശ്രീകൃഷ്ണൻ ലീനമായി. ദേവന്മാർ പുഷ്പങ്ങൾ വർഷിച്ചു. അപ്സരസുകൾ നൃത്തം ചെയ്തു. അനേക കാലമായ ദേവന്മാരെ ഭയപ്പെടുത്തിയിരുന്നവനാണ് ഈ ദുഷ്ടനായ ശകുനി. ആ ശകുനിയുടെ അന്ത്യത്തിൽ എല്ലാവരും സന്തോഷിച്ചു. ദേവന്റെ കുറച്ചധികം സന്തോഷിച്ചു. ഋഷിമാരും മുനിമാരും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. പിന്നീട് ശകുനിയുടെ സൈന്യത്തിൽ ശേഷിച്ച അസുരന്മാരെന്ത് ചെയ്തു? പലായനം ചെയ്തു, ഓടാൻ തുടങ്ങി. പുത്രന്മാരും യാദവന്മാരും ദേവകളും ഒന്നിച്ച് ശംഖചക്ര ഗദാ ശാർഗജാപങ്ങളോടുകൂടി ഭഗവാൻ ചന്ദ്രാവതിപുരിയിലെത്തി. പേടിച്ചോടിയില്ലേ? എല്ലാവരോടും കൂടി ചന്ദ്രാവതിപുരിയിലെത്തി. ഭർത്താവിന്റെ മരണത്തിൽ ദുഃഖാർദ്ദേ ദിനദീനം കരഞ്ഞുകൊണ്ട് മകനെ മടിയിൽ വെച്ചുകൊണ്ടിരുന്ന രാജ്ഞി മദാലസ ശ്രീകൃഷ്ണപാദങ്ങളിൽ ആ കുട്ടിയെ സമർപ്പിച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സർവപ്രഭുവായ ഭഗവാനെ, ഭീതനായിരിക്കുന്ന എൻ്റെ പുത്രനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാലും എൻ്റെ ഭർത്താവിൻ്റെ അപരാധങ്ങൾ പൊറുത്താലും ഭഗവാനെ, പൊറുത്താലും. ഇങ്ങനെ മദാലസ്യാൽ പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാൻ ശകുനിയുടെ പുത്രന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ചന്ദ്രാവതിപുരിയും രാജ്യവും അവന് കൊടുത്തു. പോരെ, കൽപ്പാന്തകാലം വരെ ആയുസ്സും ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളും പുത്രന് കൊടുത്തു. തൻ്റെ മാലയും അവന് നൽകി അനുഗ്രഹിച്ചു. ഇത് മാല, ജയശ്രോസ്, കൽപ്പവൃക്ഷം, കാമധേനു മുതലായി ദേവേന്ദ്രനിൽ നിന്നും ശകുനി അപഹരിച്ചിരുന്നവയെല്ലാം ദേവേന്ദ്രന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഭഗവാൻ. അപ്പം ബഹുരാശം ചോദിക്കുന്നു, നാരദമഹർഷി, ഭഗവാനിൽ വിലയം പ്രാപിക്കാൻ സുഹൃതം ചെയ്ത ശകുനി പൂർവജന്മത്തിൽ ആരായതെന്നോന്നും ചോദിച്ചു. അപ്പ പറഞ്ഞു, ബ്രഹ്മകൽപ്പത്തില് പുരാവസു എന്നൊരു ഗന്ധർവന് 9 പുത്രന്മാരുണ്ടായി. മന്ദാരൻ, മകന്ധരൻ, മന്ദൻ, മന്ദഹാസൻ, മഹാബലൻ, സുദേവൻ, സുധൻ, സൗധൻ, ശ്രീഭാൻ എന്നിങ്ങനെ അവർ 9 പേരും കീർത്തി കേട്ടവരായി തീർന്നു. സുന്ദരന്മാരും ദിവ്യഭൂഷകൾ അണിഞ്ഞവരുമായവർ നിത്യേന ബ്രഹ്മലോകത്തിൽ പോയി പാട്ടുപാടും. ദിവസം അവിടെ പോയി പാട്ടുപാടും. ഒരിക്കൽ ബ്രഹ്മപുത്രിയെ കണ്ട പുരാവസുപുത്രന്മാർ മനസ്സുകൊണ്ട് അവളെ പരിഹസിച്ചു ചിരിച്ചു. ബ്രഹ്മാവിന് അപരാധം ചെയ്തവർ ഹിരണ്യാക്ഷപത്നിയിൽ വരാഹകൽപ്പത്തിൽ താമസയൂനിൽ ജനിച്ചു. പോരെ, അതാണ് ശകുനി, ശമ്പരൻ, ദുഷ്ടൻ, മൃഗൻ, കാലനാഥൻ, മഹാനാഥൻ, അരിഷ്മശൂൽക്കജൻ, ഭൂതസന്താപനൻ എന്നിവർ ഒരിക്കൽ ഗൃഹത്തിലേക്ക് വന്ന അപാന്തരതമെന്ന മുനിയെ പൂജിച്ചു ആദരിച്ചുകൊണ്ട് ചോദിച്ചു, മഹാപ്രഭോ, ഭക്തവത്സലായ ഭഗവാൻ ഭക്തന്മാർക്ക് മോക്ഷം കൊടുക്കുന്നു അത്രേ. ഞങ്ങൾ അസുരയോനിയിൽ ജനിച്ചവരും ഭക്തിഹീനന്മാരും ദുസ്സംഗം കൊണ്ടും ദുഷ്ടരുമായി തീർന്നവരുമാണ്. ലോകനന്മക്കായി സഞ്ചരിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് മോക്ഷത്തിനുള്ള ഉപായം പറഞ്ഞു തന്നാലും മഹർഷിയെന്ന് പറഞ്ഞു. മഹർഷി പറഞ്ഞു, ഭക്തി, ഭയം, ക്രോധം എന്നീ മാർഗങ്ങളിലൂടെയൊക്കെ ഭഗവാനെ പ്രാപിക്കാം. ഭയത്താൽ ഹിരണ്യകശിപുവും, ക്രോധത്താൽ നിങ്ങളുടെ പിതാവും,
ഭക്തിയാൽ പ്രഹ്ലാദനമോക്ഷം പ്രാപിച്ചു. എപ്രകാരമെങ്കിലും ശ്രീകൃഷ്ണനെ സ്മരിക്കുക എന്ന് പറഞ്ഞ് മുനി അവിടെ നിന്നും പോയി. ശകുനിയാദികൾ വൈരഭാവേന ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചു. ഒടുവിൽ മുക്തി നേടി. ഇതിലൊട്ടും ആശ്ചര്യപ്പെടാനില്ല മഹാരാജാവേ. കോശത്തിലിരുന്ന് വേട്ടാളനെ തന്നെ ധ്യാനിക്കുന്നപ്പോഴും വേട്ടാളനായിത്തീരുന്നുവല്ലോ, അതുപോലെ തന്നെയാണിത് എന്ന് പറഞ്ഞ് ശ്രീനാഥ മഹർഷി ബാക്കി കാര്യങ്ങൾ പറയാൻ ഭഗവാന്റെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ഭഗവാൻ നാളെ പറയാൻ അവസരം കൊടുത്തിട്ടുണ്ടാവും ശ്രീനാഥ മഹർഷിക്ക്. അപ്പം നമ്മൾക്കും ആ കഥ നാളെ പറയാമെന്ന് വിചാരിച്ച് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.